പോയ വിഷമമാ, അല്ലാതെ എന്നെ കുറിച്ചല്ല. അതെ അതെ, പിണങ്ങാതിരിക്ക്. അതാ നോക്ക്, അവിടെ തടാകമുണ്ട്. ഒരു കാര്യം ചെയ്, അവിടെ ചെന്ന് നിന്റെ മുഖവും ഈ മൂടുപടവും കഴുകു. ചെല്ല്, വേഗം ആവട്ടെ. എത്ര സുന്ദരമായ മുയലാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, നാം ഇപ്പോൾ വരാം. പക്ഷെ ഉത്തരവ് കുമാരൻ പറഞ്ഞത്. ഇപ്പൊ കുമാരൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ഉത്തരവ് നടക്കും. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. കാറ്റിന്റെ ഗതി കണ്ടിട്ട് കാലാവസ്ഥ മാറുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് ഈ മാനിന്റെ വിധി മാറ്റാൻ സാധിക്കില്ല. ഇതിന്റെ വിധി നമ്മുടെ കൈകൊണ്ട് മരണമെന്നാകും. ശ്രദ്ധ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം. അഥവാ നിന്റെ ലക്ഷ്യം പരാജയപ്പെട്ടാൽ ഈ മാൻ മറ്റൊരവസരം നിനക്ക് നൽകില്ല. മറ്റൊരവസരം ഞാനിതിന് നൽകില്ല. അതത്ര എളുപ്പമാകില്ല. നന്നായി ശ്രമിക്കൂ റുഖിയ. ലക്ഷ്യം വെക്കൂ അതിനെ. നമുക്ക് തോന്നുന്നു കാറ്റിനെന്തോ സംഭവിച്ചുവെന്ന്. അങ്ങ് നമ്മെ കുറച്ചു കാണരുത് ഷൻഷാ. നമ്മുടെ ലക്ഷ്യം പാഴാക്കാൻ പാടില്ല. അയ്യോ കൃഷ്ണ, അവരാ മാനിനെ കൊന്നുകളയും. നമ്മെ സഹായിക്കൂ. ഇതിനു മുമ്പെല്ലാം ഉന്നം പിടിക്കേണ്ടി വന്നപ്പോഴെല്ലാം നാം ഭയപ്പെട്ടിരുന്നു. കാരണം അങ്ങ് ഒരു നിമിഷത്തേക്ക് മുന്നിലേക്ക് വന്നിരുന്നു. ഒരു നിമിഷത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി, അങ്ങേക്കൊരു ഹൃദയമുണ്ടെന്ന്. വീണ്ടും അതേ കാര്യം. നാം യുദ്ധത്തിൽ എത്രയോ സൈനികരെ വധിച്ചിട്ടുണ്ട്. അപ്പോ ഇതെന്ത് കാര്യമാണ്? അത് രക്ഷപ്പെട്ടു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? നാം ഓടുന്ന മാനിനെ പോലും ഉന്നം പിടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നിതെങ്ങനെ സംഭവിച്ചു? നാം പറഞ്ഞില്ലേ കാറ്റിലെന്തോ കലർന്നിട്ടുണ്ടെന്ന്. നിന്റെ ലക്ഷ്യം ശരിയായിരുന്നു, പക്ഷെ മറ്റാരുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു.
നിന്റെ ലക്ഷ്യം തെറ്റിയിട്ടില്ല. തെറ്റിച്ചത് ഇതാണ്. മൃഗം ഇവിടെ നിന്ന് ഓടിപ്പോകാൻ കാരണം ആരോ ഇവിടെ തീ കത്തിച്ചത് കൊണ്ടാണ്. അതിനെ ഓടിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? ആരാണെന്ന് കണ്ടില്ല, പക്ഷെ അയാൾ ഓടിപ്പോകുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു അയാൾ മാനിനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചെന്ന്, നീ അതിനെ കൊല്ലാനും. അയാൾ വിജയിച്ചു. ഇന്ന് അയാൾ ജയിച്ചിട്ടുണ്ടാവും ഒളിച്ചിരുന്നു കൊണ്ട്. നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നുവെങ്കിൽ അയാളെ വേട്ടയാടുമായിരുന്നു നാം. നമുക്ക് തോന്നുന്നു അതിലും വലിയ വേട്ട നമ്മെ കാത്തിരിക്കുന്നുവെന്ന്. ഇതാണ് അവസരം. അമ്പെയ്തോളൂ. യുദ്ധത്തിൽ എന്റെ ആളിനെ ഈ സമ്പന്നനാണ് കൊന്നുകളഞ്ഞത്. ഇന്നിവരെ വെറുതെ വിടില്ല. വകവരുത്ത് എല്ലാത്തിനെ. ജ്യേഷ്ഠ, നമ്മെ നോക്കണ്ട, ജ്യോതിയെ സംരക്ഷിക്കൂ. ശരി ജ്യേഷ്ഠ. സുജാമൻ ജ്യേഷ്ഠൻ. സുഖമല്ലേ സഹോദരി? നാം കേട്ടല്ലോ ചെറിയച്ഛൻ നിനക്കായി വരനെ കണ്ടെത്തിയെന്ന്. അങ്ങക്ക് ഓർമ്മയുണ്ടോ ജ്യേഷ്ഠ? കുട്ടിക്കാലം മുതൽ അങ്ങ് പറയുമായിരുന്നില്ലേ നമുക്ക് വേണ്ടി വരണേ അങ്ങ് കണ്ടുപിടിക്കുമെന്ന്? നാമും അത് ആഗ്രഹിച്ചിരുന്നു ജ്യോത. എന്നാൽ വിധിക്കത് സമ്മതമല്ലായിരുന്നു. വരനെ തിരഞ്ഞെടുക്കുന്നത് പോയിട്ട് നിന്റെ വിവാഹത്തിന് വരാൻ പോലും ഇനി അവസരം കിട്ടിയെന്ന് വരില്ല. എന്നാൽ നീ പേടിക്കാതിരിക്കൂ. ഞാൻ ഇവിടെ എങ്ങനെയാണോ വന്നത് അതുപോലെ നിന്റെ വിവാഹത്തിന് ഉറപ്പായും വരും. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഈ ഞാൻ തന്നെയാണ്. ഈ സ്ഥലം അപകടം നിറഞ്ഞതാണ് ജ്യോത. നമ്മൾ ഇവിടുന്ന് പോയേ തീരൂ. എവിടെ സുജാമൻ ജ്യേഷ്ഠനുണ്ടോ അവിടെ നമുക്ക് യാതൊരു ആപത്തും ഉണ്ടാകില്ല ജ്യേഷ്ഠ. അനുജത്തി ജ്യേഷ്ഠനെ എത്രമാത്രം സ്നേഹിക്കുന്നു. എന്നിട്ട് ജ്യേഷ്ഠൻ വെറും കൈയോടെ വന്നു അനുജത്തിയെ കാണാൻ. ഇന്നത്തെ ദിവസം ഒരു അനുജത്തിക്ക് ജ്യേഷ്ഠന്മാരുടെ ജീവനേക്കാൾ വലുതായി എന്താണുള്ളത്? ജ്യോതയ്ക്ക് സമ്മാനമായി
നിങ്ങളുടെ എല്ലാം ജീവനാണ് ഞാൻ നൽകുന്നത്. ഇതൊക്കെ ജോധയോട് പറഞ്ഞാൽ മതി ജ്യേഷ്ഠ, ഞങ്ങളോട് വേണ്ട. അഥവാ യുദ്ധം നടന്നാൽ ഞങ്ങൾ അങ്ങയെ കൂടെ നിർത്തില്ല. യുദ്ധം നടക്കുക തന്നെ ചെയ്യും. എന്നാൽ അഥവാ അമീർ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നാമും ആയുധമെടുക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം, നിങ്ങൾ സഹോദരന്മാർക്കിടയിൽ ജോധ ഒരു പരിചയം നിൽക്കാൻ പാടില്ല. ഞങ്ങളുടെ സഹോദരനല്ല നീ. ഒരു രാജദ്രോഹിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നീയാണ് ദ്രോഹം ചെയ്തത്. നമ്മുടെ അവകാശത്തെ തട്ടിയെടുത്തു. ഇപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്യാനായി കാത്തിരുന്നുള്ളൂ. ജോധ, നീ നമുക്കൊരു വാക്ക് തരണം. അത് സമ്മാനമായി തന്നെ തരണം. ഉത്തരവ് നൽകിയാലും ജ്യേഷ്ഠ. ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായാൽ നീ അതിനിടയിലേക്ക് വരരുത്. വരൂ, നമുക്കിപ്പോ ചടങ്ങുകൾ പൂർത്തിയാക്കാം. നിങ്ങളും ഞങ്ങളോടൊപ്പം വരൂ ജ്യേഷ്ഠന്മാരെ. ഇനി അടുത്ത കൂടിക്കാഴ്ച യുദ്ധഭൂമിയിൽ വച്ചായിരിക്കും. തയ്യാറായിരുന്നുള്ളൂ. നാം നമ്മുടെ അമീർ തിരികെ നേടും. ഉടൻ തന്നെ തിരികെ നേടും. ഓം ഓം. നിങ്ങളുടെ എല്ലാ യാത്ര മംഗളമാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് പുറപ്പെടാവുന്നതാണ്. അഥവാ നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് കരം നൽകേണ്ടതാണ്. തരൂ. മൂത്തി, അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ എന്തോ പിരിവാണെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കൂ, അവിടെ അകത്തും കുറച്ച് സഞ്ചാരികളുണ്ട്. നിങ്ങൾ ഇത് സൂക്ഷിക്കൂ. നിങ്ങൾ എന്നോടൊപ്പം വരൂ. വരൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് പോകാൻ സാധിക്കില്ല? ഇവർ തീർത്ഥയാത്രയ്ക്കാണ് പോകുന്നത്, യുദ്ധത്തിന് പോവുകയല്ല. തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കരം കൊടുത്തേ മതിയാകൂ. ജോധ, അവിടുന്ന് അവിടേക്ക് പോകരുത്. ഞങ്ങളോട് എന്തിനാണ് അന്യായം പ്രവർത്തിക്കുന്നത്? ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. നിങ്ങൾ ഞങ്ങൾക്ക് കരം തരാത്തിടത്തോളം ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? തീർത്ഥയാത്രയ്ക്ക് പോകാനും കരം നൽകണമെന്നുണ്ടോ? ഇതെവിടുത്തെ നിയമമാണ്? മുഗൾ സാമ്രാജ്യത്തിന്റെ. പിന്നെ നാം മുഗൾ സാമ്രാജ്യത്തിന്റെ റാണിയാണ്. എന്നാൽ ഇത് അമീറിലെ രാജകുമാരിയാണ് ജോധ.
അമീറിലെ രാജകുമാരിയൊക്കെ ആയിരിക്കാം. എന്നാൽ റാണിക്ക് മുകളിലാകാൻ സാധിക്കില്ല. റാണിയെ ആദ്യം പ്രണമിക്കുകയാണ് ചെയ്യേണ്ടത്, പിന്നീടാണ് സംസാരിക്കുക. അത്ര പോലും മാന്യതയില്ലേ നിന്റെ രാജകുമാരിക്ക്? മാന്യതയില്ലാത്തത് നിങ്ങളുടെ സൈനികർക്കാണ്. തീർത്ഥയാത്രയ്ക്ക് പോകുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അഹങ്കാരിയായ പെൺകുട്ടി. പവിത്രമായ സ്ഥലത്തേക്ക് പോകുന്നത് അഹങ്കാരമാകുന്നത് എങ്ങനെയാണ്? എന്താ മുഗളന്മാർ ഹജ്ജിനായി പോകുമ്പോൾ അവർക്കും ഇങ്ങനെ കരം കൊടുക്കേണ്ടി വരുന്നുണ്ടോ? അവർക്കതിന്റെ ആവശ്യമില്ല. കാരണം അവർ ഞങ്ങളുടെ കുലത്തിലേതാണ്. പിന്നെ ഹിന്ദുസ്ഥാന്റെ ഭൂമിയിൽ ഞങ്ങളുടെ നിയമമാണ് നടക്കുന്നത്. ഈ ഭൂമി സൃഷ്ടിച്ചത് സാക്ഷാൽ ഭഗവാനാണ്. അതിനാൽ ഇവിടെ എല്ലാവരുടെയും അവകാശം ഒരുപോലെയാണ്. അവരിനി ഹിന്ദു ആയാലും മുഗളനായാലും, അമീറിലെ രാജകുമാരി ആയാലും മുഗളന്മാരുടെ റാണി ആയാലും. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, അതിമനോഹരം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. നീ മറന്നുപോയിരിക്കുന്നു, ഭൂമി ആരുടേതാണ്? അതിന് വിജയിച്ച ആളുടെ. ആകാശം ആരുടേതാണ്? അത് എത്തിപ്പിടിക്കാൻ കഴിയുന്നവരുടെ. പിന്നെ നിയമം അവരുടേതാണ്. ആരുടെ കയ്യിലാണോ ആജ്ഞാപിക്കാനുള്ള ശക്തിയുള്ളത്. ആജ്ഞ കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് സ്വന്തമാക്കേണ്ടത്. വാളിന്റെ മൂർച്ച കൊണ്ടൊന്നും തന്നെ ശുഭമാകില്ല. നിന്റെ പ്രായത്തേക്കാൾ അധികം നീ സംസാരിക്കുന്നു. നാം വാളിന്റെ മൂർച്ച കൊണ്ട് എല്ലാം സ്വന്തമാക്കി. ഇനി നീ കാണിച്ചു തരൂ മനസ്സിന്റെ ശക്തി. എന്നിട്ടെല്ലാം സ്വന്തമാക്കി കാണിക്കൂ. ഇതാ പിടിക്കൂ. ഞാൻ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെയുള്ള സകല സഞ്ചാരികളുടെയും കരം തീർക്കാൻ സാധിക്കുമെന്നാണ്. ഇത്രയും വിലപിടിപ്പുള്ള മാല. ഇവരുടെ എല്ലാം ലക്ഷ്യത്തിനു മുന്നിൽ ഈ മാലയ്ക്ക് യാതൊരു വിലയുമില്ല. ഇവരെ പോകാൻ അനുവദിക്കൂ. മുഗൾ സംസ്കാരം ആരുടെയും ദയ സ്വീകരിക്കാറില്ല. ഈ മാലയുടെ വിലയ്ക്ക് പകരമായി എല്ലാ യാത്രക്കാർക്കും 1 വർഷത്തെ കരം ഇളവ് ചെയ്തു കൊടുക്കുന്നതാണ്.